ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ആർ ആക്ച്വലി ബ്രദേഴ്സ്. സെയിം ഫാമിലി, സെയിം ഒറിജിൻ. ഇതിനെ പൊതുവെ മിറർ വേർഡ്സ് എന്നാണ് പറയുന്നത്. സെയിം റൂട്ട്, സെയിം ഹിസ്റ്ററി. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ലാറ്റിൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഐ, യു, കം, ഗോ, ഹൗസ്, ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ജർമ്മൻ ഒറിജിനാണ്. Another fun fact is that German wasn't built to be tough, but to be precise. So think about it. English itself came from the same Germanic family. So German tough alla. House, house, football, Fußball, father, Vater, mother, Mutter, light, Licht. ഇവയെ പൊതുവെ മിറർ വേർഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതൊന്നും കോയിൻസിഡൻസ് അല്ല, ഇവയ്ക്കുള്ള റൂട്ട്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്തിനാ അതിൻ്റെ ആൻസസ്റ്റർ ലാംഗ്വേജ് ആയിട്ടുള്ള ജർമ്മൻ നിങ്ങൾക്ക് ഒരു ഏലിയനെ പോലെ തോന്നും? ഫൺ ഫാക്ട്. മീനിങ് യു ആർ ഓൾറെഡി യൂസിങ് ജർമ്മൻ ഫൗണ്ടേഷൻ എവറി ഡേ വിത്തൗട്ട് ഈവൻ റിയലൈസിങ്. ക്ലിയർ റൂൾസ്, സ്ട്രോങ് സ്ട്രക്ചർ. ഇംഗ്ലീഷ് ഇപ്പോഴും ഇവോൾവ് ആയി ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ ഇപ്പോഴും റൂൾ ബേസ്ഡ് ആണെന്ന് മാത്രം. ജർമ്മൻ ഓൾറെഡി ഫെമിലിയർ ആണെന്നതാണ് നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു ഫെമിലിയർ ലോജിക്. എ സിമ്പിൾ ലോജിക് ദാറ്റ് മോസ്റ്റ് ഓഫ് us did not recognize.